മനസ്സിലാക്കിയാൽ മതി. ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്തായാലും നേരത്തെ ഞാനൊരു ചോദിച്ച സമയത്ത് ഇവിടെ അധിക ആളുകളൊന്നും കൂടുതൽ പൈസയൊന്നുമില്ല, ലോണാണ് കൂടുതലുള്ളത്. പിന്നെ നിങ്ങളൊന്നും പറ്റിക്കാൻ ഇവിടെ ആരും ആയിട്ടില്ല, എല്ലാവരും നിങ്ങളൊക്കെ അതിബുദ്ധിമാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇന്നൊരു ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൽഫ് എംപ്ലോയ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സോ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1-2 വർഷമൊക്കെ ചെയ്താലും 3-ാമത്തെ വർഷം ചെയ്താലും ആ 4-ാമത്തെ വർഷം നമ്മൾ അതിലേക്ക് ഇറങ്ങി പണിയെടുക്കാൻ നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിലേ 4-ാമത്തെ വർഷം വരുമാനമുള്ളൂ, അല്ലേ? വരുമാനമുള്ളൂ. ഇനി ജോലി ചെയ്യുന്നവരെ, MBA പഠിച്ചവരെ അപ്ഗ്രേഡേഷൻ ഉണ്ടാവും, സാലറിയിൽ വർധനവുണ്ടാവും. പക്ഷേ എന്ന് അവർക്ക് അവരുടെ അധ്വാനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നോ അന്ന് മുതല് അവര് 0 ആണ്. ശരിയല്ലേ? ഞാൻ കേട്ടിടത്തോളം വെച്ചിട്ട് ഗവൺമെന്റ് എംപ്ലോയീസ് പല സെക്ടേഴ്സിൽ നിന്നും പെൻഷൻ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് സാലറിയിൽ നിന്ന് പിടിക്കുന്നതിന് 1% കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ 3-4 വർഷം അത് എന്റെ ഒരു യാത്രയാണ്, നിങ്ങളുടെ കഴിവ് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് 1 വർഷം ഹാർഡ് വർക്ക് ചെയ്ത്, ഇനി കുറച്ച് നമ്മളെ പോലെ മടിയാണെങ്കിൽ 3 വർഷം ആത്മാർത്ഥമായി വർക്ക് ചെയ്ത ലൈഫ് ലോങ് നമുക്ക് ധൈര്യത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇനി ജയിലിലിട്ട പോലെ വർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് സത്യത്തിൽ എന്താ മടി, അല്ലേ? സത്യത്തിൽ ആ ഒരു തീരുമാനം ഒന്ന് എടുത്തു നോക്ക്. 3-4 കൊല്ലം ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കണ്ടിട്ടേ പോവും. ഇതിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാനും കൊണ്ടേ വരും എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഒന്ന് ഇറങ്ങി നോക്കിയാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലേ. ഞാനിന്ന് ദൈവം സഹായിച്ച കമ്പനി, ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി, ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4 സ്റ്റേജിലുള്ള കമ്പനിയുടെ മൊത്തം ടേൺ ഓവർ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കമ്പനി 7,000 വരില്ല എന്നാ പറയുന്നത്. ദൈവം സഹായിച്ച് ഞാനിന്ന് നിൽക്കുന്ന ആ കമ്പനിയിലാണ്, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ആ ഒരു കമ്പനിയുടെ പ്ലാനാണ്. അപ്പം നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് യൂട്യൂബ് കയറിയിട്ട് MI ലൈഫ് സ്റ്റൈൽ അച്ചീവേഴ്സ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ അറിയാത്ത ഭാഷയിലുള്ള ആൾക്കാരാണ്. അവരൊക്കെ കോടികളും ലക്ഷങ്ങളും വാങ്ങുന്ന ഇഷ്ടം പോലെ ആൾ കമ്പനിക്കുണ്ട്. കമ്പനി ഒരു മാസം കൊടുക്കുന്ന വരുമാനം കേട്ടാൽ തന്നെ നമ്മൾ ക്ഷീണമായിട്ട് പിന്നെ നമ്മൾ എണീക്കത്തില്ല. അപ്പൊ അത്രയും പവർഫുൾ ആയ ഒരു കമ്പനിയിൽ നമ്മൾ വന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇടക്ക് കയറിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി. ആ ഒരു തീരുമാനം എടുത്തിട്ട് ഒന്ന് ഇറങ്ങി നോക്ക്. ഫാമിലിന്റെ മുന്നിൽ നമുക്ക് സ്റ്റാറ്റസ് വരും. പിന്നെ പല ആളെയും ചിന്താമതി ഇതൊരു സ്റ്റാറ്റസ് ഇല്ലാത്ത മേഖലയാണ്. അതൊക്കെ തുടക്ക സമയത്താണ്. കാരണം നിങ്ങൾ ഏത് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലും തുടക്ക സമയത്ത് നിങ്ങൾ ആരും അംഗീകരിക്കത്തില്ല. പക്ഷേ ഇവിടെ നിങ്ങളൊന്ന് അച്ചീവറായി നോക്ക്, നിങ്ങളൊന്ന് മാറ്റം ഉണ്ടാക്കി നോക്ക്. പിന്നെ പോവാനൊന്നും ഇല്ലാതെ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുകയും വേണ്ടു, അല്ലേ? കമ്പനിക്ക് വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണോ പ്രൊഡക്റ്റ് എടുക്കാൻ? കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുകയല്ലേ വേണ്ടു. ഇനി ഒന്നുമില്ലെങ്കിലും പല്ല് തേച്ചാൽ പോരെ. പക്ഷേ നമ്മളങ്ങനെ കാണുന്നില്ല. നമ്മൾ ഭയങ്കര ചിന്തയോട് കൂടിയിട്ട് ഭയങ്കര സംഭവമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പേടിയാവുന്നത്. അപ്പം ഡിയർ ഫ്രണ്ട്സ്, ഞാൻ കൂടുതൽ ടൈം എടുത്തിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഇപ്പം 7 വർഷമായി. ആദ്യത്തെ 1.5 വർഷം ഞാൻ ചെയ്തിട്ടില്ല. ഐഡിയ അടിച്ചു. 1.5 വർഷം എനിക്ക് കമ്പനിയുടെ പേര് പോലും അറിയത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല. അതിനുശേഷമുള്ള കാലയളവാണ് ഞാൻ ചെയ്തത്. ആദ്യത്തെ 1 വർഷം ചെറിയൊരു വരുമാനം കിട്ടിയിട്ടു. കാരണം ഞാൻ അങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ പ്രൊഫഷൻ നമുക്ക് ഒറ്റയടിക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ സ്വന്തമായി ചെയ്തുകൊണ്ട് അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അത് പാലിക്കാൻ പറ്റിയിട്ട് ചിലപ്പോൾ ഞാൻ ലീഗൽ കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് 1 വർഷം ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തത്. അതിനുശേഷം ആ ഒരു പാർട്ട് ടൈം ചെയ്യുമ്പോൾ എൻ്റെ മേഖലയിൽ പുതിയ വരുന്ന പ്രൊജക്റ്റൊക്കെ ഞാൻ എടുക്കാതെ പതുക്കെ തീർത്തു ഞാൻ ഫുൾ ടൈമറായി ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി. അങ്ങനെ ആദ്യത്തെ മാസത്തെ വരുമാനമൊക്കെ കുറവായിരുന്നു. 2-ാമത്തെ മാസം കൂടി, 3-ാമത്തെ മാസം കൂടി വന്ന് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 2023 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഞാൻ 14 ലക്ഷത്തിന്റെ മേലെ വരുമാനം വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു വർഷം എങ്ങനെ പോയാലും ഡബിളിലേക്ക് പോകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് എന്നെ സംബന്ധിച്ച് ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് എന്നെ എത്തിച്ച
ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരണം ഇത് ബുദ്ധിമുട്ടാണ്. എങ്ങനെയും കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കല്ലേ ഈ ഒരു ബുദ്ധിമുട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങണം കേട്ടോ. പൈസ വാങ്ങിയിട്ട് നിങ്ങൾ സഹായിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ആരെയൊക്കെ സഹായിക്കും.